ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇതൊരു അവധി ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഉച്ചയ്ക്ക് മുന്നേ ഉള്ള ജോലികളെല്ലാം തീർത്ത് ലഞ്ചും എല്ലാം തയ്യാറാക്കി കുളിച്ച് ഫ്രഷായിട്ട് വന്നിരിക്കുകയാണ്. വീട്ടിൽ നിൽക്കുമ്പോഴും മിനിമം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫ്രഷായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിൽക്കുമ്പോഴും പ്രസൻറ്റബിളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ ഇൻക്രീസ് ചെയ്യും. കുറിയൊക്കെ വരച്ച് മേക്കപ്പ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഉച്ചയ്ക്ക് ഞാൻ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറ് ഞാൻ പാത്രത്തിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. കറിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പയറും ഒരു വെജിറ്റബിൾ, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ചുരക്കി എന്നാണ് വെജിറ്റബിളിൻ്റെ പേര്, അതും ചേർത്തിട്ടുള്ള കറിയും, പിന്നെ നമ്മൾ കൊഞ്ചിൻ്റെ തീയലുമാണ് വെച്ചിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഒരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടാണ് ലഞ്ച് കഴിക്കുന്നത്. റിലാക്സ് ചെയ്തിട്ട് ലഞ്ച് കഴിക്കും. ഇപ്പം പിന്നെ വീക്ക് ഡേയ്സിൽ പോലെ തന്നെ പ്ലാൻ ചെയ്താണ് ഞാൻ ഹോളിഡേയ്സും ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് റിലാക്സേഷൻ ടൈം കിട്ടും, നമ്മുടെ ജോലിയും കഴിയും. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ സൺഡേയ്സിലും ഹോളിഡേയ്സിലൊക്കെ ഫുള്ള് വീട്ടിലെ വർക്ക് തന്നെയായിരുന്നു ചെയ്യുന്നത്. എനിക്ക് റെസ്റ്റ് എടുക്കാനോ ഒരു റിലാക്സേഷനോ അല്ലെങ്കിൽ സെൽഫ് കെയറിനോ ഒന്നും എനിക്ക് ടൈം കിട്ടാറില്ല. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ചുരയ്ക്ക. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു വലിയ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ഇന്നിപ്പം ഈന്തപ്പഴത്തിൻ്റെ ഒരു പച്ച ഈന്തപ്പഴം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഐബ്രോസ് ത്രെഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് വീട്ടിലൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ അടുത്ത് പോയി ഐബ്രോസൊക്കെ ഞാൻ ത്രെഡ് ചെയ്തു. എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ ഹോളിഡേയ്സിലും ഞാൻ സെൽഫ് കെയർ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നു എന്നൊരു ഫീൽ വരത്തുള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിൽ എല്ലാവർക്കും കൂടുതൽ അത് തന്നെയാണ് ഇഷ്ടം. ഞാൻ പാസ്ത 2-3 ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്, എങ്കിലും വൈറ്റ് സോസ് പാസ്തയാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. ഇതിൽ വെജിറ്റബിൾസും ചീസും എല്ലാം ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്തിയും കൂടിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തുണി മടക്കാൻ എല്ലാ ആഴ്ചയിലും കാണും. തുണിയൊക്കെ മടക്കി വെക്കുവാണ്. ഞാൻ ഷോള് മടക്കുന്ന ഒരു രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ മുടി പിന്നുന്ന പോലെ ഇങ്ങനെ പിന്നിയിട്ട് അകത്ത് നമ്മളൊരു ഡോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ അതിൻ്റെ തുമ്പ് അകത്ത് കയറ്റി ടക്കിൻ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ടി വരത്തില്ല. എല്ലാ ഷോളും അടുക്കി നമുക്ക് അലമാരയിൽ വെക്കാൻ പറ്റും. എല്ലാ വീക്കെൻഡിലും ഞാൻ എൻ്റെ അലമാര, ഡ്രസ്സ് വെക്കുന്ന അലമാരി, എൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. എനിക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തും വെക്കും. അത് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ എനിക്ക് രാവിലെയുള്ള ഹറിബറി എനിക്ക് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തും വെച്ചു. കുറഞ്ഞ സ്ഥലത്താണ് ഞാൻ അത്രയും ഷോള് അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നതാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. സൺഡേയ്സിലാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തു, പില്ലോ കവറൊക്കെ ഇട്ടു. റൂമിൽ ബെഡ് തന്നെ വിരിച്ചിട്ട് നല്ല വൃത്തിയായിട്ടിരുന്ന ബെഡ്റൂമിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നും. നമ്മുടെ ഹാളിലാണെങ്കിൽ റെഡിയാക്കി വെക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.